ഹായ്. എല്ലാവർക്കും അഡ്വർടൈസിങ്ങും ബ്രാൻഡിങ്ങും തമ്മിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം പ്രോസസ്സാണ്. അതായത് പ്രോഡക്റ്റ്, സർവീസ് ഇതിനെ കൂടുതൽ ആളുകൾ മികച്ച രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മാർക്കറ്റിംഗ് ടൂള് മാത്രമാണ്, ഒരു ഷോർട്ട് ടൈം പ്രോസസ്സുമാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ്, സർവീസ് ലോങ് ടൈമായിട്ട്, അതായത് ബിസിനസ് തുടക്കം മുതൽ അതിൻ്റെ എൻഡ് വരെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അത് നമ്മുടെ ഉപഭോക്താക്കൾ ലേക്ക് നമ്മുടെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതാണ് ഒരു ബെറ്റർ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസസ് എന്താണ് അവിടെ പുതുതായിട്ട് വന്നത് അത് കസ്റ്റമറിനെ പരിചയപ്പെടുത്തുകയും അത് വാങ്ങുവാൻ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു ഷോർട്ട് ടൈം പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതുമായിട്ട് ബന്ധപ്പെട്ട അവർക്കൊരു ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അവർ അത് വാങ്ങുകയും ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സായി നമ്മളുടെ കൂടെ തന്നെ നമ്മുടെ ബിസിനസ്സിനോടൊപ്പം അവരുണ്ടായിരിക്കും. അതുപോലെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനോ അവരുപയോഗിച്ച ഏത് പ്രോഡക്റ്റിനാണോ അല്ലെങ്കിൽ ആ സർവീസിനാണോ അവർ തരുന്ന ഒരു മൂല്യമുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സിന്. അത് നമ്മുടെ ബ്രാൻഡിങ്ങിന് ആശ്രയിച്ചിരിക്കുക. അതായത് ബ്രാൻഡിങ്ങിന് നമ്മൾ മൂല്യം കൂട്ടുന്നത് എപ്പോഴും കസ്റ്റമറാണ് എന്നാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്രാൻഡിങ് ലോങ് ടേം പ്രോസസ്സും അഡ്വർടൈസ്മെൻറ്റ് ഒരു ഷോർട്ട് ടേം പ്രോസസ്സുമാണ്. താങ്ക് യു.